ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് റഫി അറ്റ് സൈടെക് മീഡിയ. ഇന്ന് നവംബർ 12, ദേശീയ പക്ഷി നിരീക്ഷണ ദിനം. പക്ഷി മനുഷ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഡോക്ടർ സാലിം അലിയുടെ ജന്മദിനമാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പക്ഷി നിരീക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. നമുക്കറിയാം, കുട്ടികൾ എന്ന് പറയുന്നവർ പക്ഷികളെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും വളരെയധികം കൗതുകകരമായി നിരീക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ പക്ഷി ദിനത്തിൽ നമുക്ക് നമ്മുടെ കുട്ടികൾ ഉപയോഗിച്ച് എങ്ങനെ ഈ ദിവസത്തെ അവർക്ക് ഉപകാരപ്രദമാക്കാമെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഇത് വളരെ ആഴത്തിലുള്ള ഒരു വിശദീകരണമല്ല. പ്രത്യേകിച്ചും കുട്ടികൾക്കാണല്ലോ ഈ വക കാര്യങ്ങളിൽ താല്പര്യം കൂടുതൽ. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എങ്ങനെ ഇത് ഉപകാരപ്രദമാക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിന് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് കുട്ടികൾക്ക് അതിനനുകൂലമായ ഒരു സാഹചര്യം വീട്ടിൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്കത് ചെയ്യാനാവും. പ്രധാനമായും പക്ഷി നിരീക്ഷണത്തിന് നമുക്ക് ആവശ്യമായത് ഒരു ബൈനോക്കുലറാണ്. ബൈനോക്കുലർ ഉണ്ടെങ്കിൽ നമുക്ക് വിദൂരത്തുള്ള വസ്തുക്കളെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. 300-400 രൂപയ്ക്ക് തന്നെ അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത രീതിയിലുള്ള ബൈനോക്കുലേഴ്സ് വിപണിയിൽ ലഭ്യമാണ്. അതിനുശേഷം നമ്മൾ നല്ല ഒരു സമയം തിരഞ്ഞെടുക്കണം. പക്ഷി നിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് രാവിലെ ഒരു 8 മണി 9 മണി വരെ, അതുപോലെ തന്നെ വൈകുന്നേരം പക്ഷികൾ കൂടണയാൻ പോകാൻ ആയ സമയം ഒരു 5 മണിക്ക് ശേഷം. ഇതൊക്കെയാണ് പക്ഷി നിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. ആ സമയത്താണല്ലോ സാധാരണ നമ്മൾ പക്ഷികളുടെ കലപില ശബ്ദമൊക്കെ കേൾക്കാറുള്ളത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കുട്ടികളുമായി നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങി നടക്കുക. പ്രത്യേകിച്ച് ടൗണൊന്നും അല്ലാത്ത ഭാഗമാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായത്. കാരണം അത്തരം അന്തരീക്ഷത്തിലാണ് സാധാരണ പക്ഷികൾ വരാറുള്ളതും അതുപോലെ തന്നെ അവ കൂട്ടുകൂടാറുള്ളതും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുമായി നമ്മുടെ വീടിന് ചുറ്റുഭാഗത്തും അല്ലെങ്കിൽ നമ്മുടെ പറമ്പിനോ വയലിനോ ഒക്കെ ചുറ്റുഭാഗത്തായിട്ട് കുട്ടികളുമായി അങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള പക്ഷികളെ കാണും. പക്ഷികളെ കാണുമ്പോൾ നമ്മൾ ശബ്ദമുണ്ടാക്കാതെ വളരെ നിശബ്ദമായി അവയെ നിരീക്ഷിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ ആ പക്ഷികളെക്കുറിച്ചും ആ പക്ഷിയുടെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഉദാഹരണത്തിന് ആ പക്ഷിയുടെ വലുപ്പം, അല്ലെങ്കിൽ അതിൻ്റെ ആകൃതി, അതിൻ്റെ നിറം, അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ശബ്ദം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഏറ്റവും നല്ലത് കുട്ടികൾ സ്വന്തമായിട്ട് ഒരു ഡയറി എന്തെങ്കിലും കയ്യിൽ കരുതുക എന്നുള്ളതാണ്. എന്നാൽ അവർ നിരീക്ഷിക്കുന്ന പക്ഷിയെക്കുറിച്ചും അതിൻ്റെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ചുമൊക്കെ ആ ഡയറിയിൽ അവർ എഴുതി വെക്കുന്നത് ഭാവിയിൽ അവർക്ക് പഠനാവശ്യത്തിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അത് ഉപകരിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ വീടിന് ചുറ്റുഭാഗത്തുമായി കുട്ടികളെ കൊണ്ട് ഇങ്ങനെ നടക്കുക. അവർക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ പക്ഷികളെ നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു വയൽ പ്രദേശത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വയലിൻ്റെ ഭാഗത്തുകൂടെ ഒരു തോട് ഒഴുകുന്നുണ്ട്. തോട്ടിൻ കരയിലുമൊക്കെയായിട്ട് പലതരത്തിലുള്ള ഇവിടെയുള്ള ഈ പ്രത്യേക ഒരു കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഒരുപാട് വിവിധ തരത്തിലുള്ള പക്ഷികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പക്ഷികളൊക്കെ നമുക്ക് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും ഇത് വളരെ ഉപകാരപ്രദമാണ്. കാരണം കുട്ടികൾ പഠിച്ചു വരുമ്പോൾ തന്നെ പ്രകൃതിയെക്കുറിച്ചും പ്രകൃതിയിലുള്ള ജീവജാലങ്ങളെക്കുറിച്ചും അവയുടെ ആവാസ വ്യവസ്ഥകളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ജൈവ സമ്പത്തിനെക്കുറിച്ചുമൊക്കെ ബോധവാന്മാരായിരിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അത്തരം ഒരു ചിന്ത കുട്ടികളിൽ വളർത്തിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ ലഭിക്കണം. ഇതിൽ നിന്ന് കുട്ടികൾക്ക് ഒരുപാട് പാഠം ഗ്രഹിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജൈവസമ്പത്തിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പക്ഷികളുടെ ജീവിതം, അതുപോലെ തന്നെ അവയുടെ ഭക്ഷണം, അവയുടെ പൊതുവായ സ്വഭാവങ്ങൾ, ഏത് കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഏത് സീസണിലാണ് അവ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ചിലതരം പക്ഷികൾ ചില പ്രത്യേക സീസണിൽ മാത്രം കണ്ടുവരാറുണ്ട്. മറ്റുള്ള സമയങ്ങളിൽ അവ ദേശാടനത്തിനൊക്കെ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഈ കാരണം നമുക്ക് ഉപകാരപ്രദമാവുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മുമ്പത്തേതുപോലെ നമുക്ക് കൂടുതലായിട്ട് ഇപ്പോഴും സ്വതന്ത്രമായിട്ട് പുറത്തിറങ്ങാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഒരുപാട് നിയന്ത്രണങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട്
ദൂരെ സ്ഥലത്തേക്കൊന്നും പോകാതെ തന്നെ നമ്മുടെ ചുറ്റുപാടുകളിലായി തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ വളരെ നല്ല ഒരു അനുഭവമാണ് ഈ പക്ഷി നിരീക്ഷണം എന്ന് പറയുന്നത്. ഇത് വളരെ ശാസ്ത്രീയമായ ഒരു രീതിയാണ് എന്നൊന്നും നമുക്ക് പറയാനാവില്ല. എന്നാലും ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അറിവ്, അതുപോലെ തന്നെ അവരുടെ ശാസ്ത്രീയ മനോഭാവം, നിരീക്ഷണ പാടവം എന്നീ ശേഷികൾ കുട്ടികളിൽ വികസിക്കാൻ ഇത് കാരണമാകും. പലതരത്തിലുള്ള പക്ഷികളെ കാണുമ്പോൾ അവർക്കൊരുപാട് സംശയങ്ങളുണ്ടാവും. നമുക്കറിയാവുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളൊരു താല്പര്യം കുട്ടികളിൽ ജനിക്കുക എന്നുള്ളത് തന്നെ വളരെ നല്ല ഒരു കാര്യമാണ്. അത്തരമൊരു മനോഭാവം കുട്ടിയിൽ വളർന്നു വന്നു കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് അവൻ്റെ ജീവിതത്തിൽ ആ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവ് കരസ്ഥമാക്കാനുള്ള ഒരു തിടുക്കം അവന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് വായിക്കാനും അതുപോലെ തന്നെ പക്ഷികളെക്കുറിച്ച് കൂടുതൽ അറിവുള്ള ആളുകളോട് സംശയങ്ങൾ ചോദിക്കാനും അതേപോലെ തന്നെ പക്ഷികളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പുസ്തകങ്ങൾ അവർക്ക് വായിക്കാനുമൊക്കെ ഇത് ഒരു പ്രചോദനമാകും എന്നുള്ളത് വളരെ സ്തുത്യർഹമായ ഒരു കാര്യമാണ്. ഏതായാലും ലോക്ക്ഡൗൺ കാലമായതുകൊണ്ട് കുട്ടികൾ ഓൺലൈൻ ക്ലാസ്സിൽ കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമായ രൂപത്തിൽ ചെലവഴിക്കാൻ ഇത് ഏറ്റവും നല്ല ഒരു അനുയോജ്യമായ ഒരു രീതിയാണ്. കാരണം ഇത് ഒരു ഹോബി എന്നതിലുപരി, ഹോബിയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് കുട്ടികൾക്കൊരു നേരം പോക്കാണ് എന്നതിലുപരി ഇതിൽ നിന്ന് നമുക്കൊരുപാട് അറിവുകൾ നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുത നാം ഒരിക്കലും മറന്നുകൂടാ. പ്രത്യേകിച്ച് മുതിർന്ന ആളുകളുടെ സഹായത്താൽ ആണ് കുട്ടികൾ ഇത് ചെയ്യേണ്ടത്. കാരണം കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള ദൂരസ്ഥലങ്ങളിലേക്കൊക്കെ പോവാൻ മുതിർന്നവരുടെ സാമീപ്യം വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കാനുമൊക്കെ രക്ഷിതാക്കൾ കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കാരണം ഇതുപോലെയുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെല്ലാവരും ഇതുപോലെ പക്ഷി നിരീക്ഷണം ഒക്കെ ചെയ്തു നോക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇമെയിലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബായ്.